ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൻ്റെ 48ാമത്തെ ദിവസമാണെന്ന്. സെയിൽസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഡിഗ്രി മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 51 മുതൽ 80 വരെയാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇംഗ്ലീഷാണ്. I saw 10 dash flower vase in the shop എന്നാണ്. ഇവിടെ നമ്മൾ കുറച്ചധികം കാര്യങ്ങളെ നമ്മൾ കാണിക്കുമ്പോഴേക്കും നമുക്കറിയാം അതിനെ എന്താണ് ഒരു നമ്മൾ ഇത് എങ്ങനെയാണ് അതിനൊരു ഓർഡർ ഉണ്ട്. I saw 10 ഇവിടെ എന്താണ് വരേണ്ടത്? അതായത് ഇവിടുത്തെ ക്വാണ്ടിറ്റി ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. ക്വാണ്ടിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് വേണം? സൈസ് വേണം. പിന്നെയാണ് അതിൻ്റെ ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഏജ് വേണം. പിന്നെ എന്താണ് നമുക്ക് എന്താണോ അതിൻ്റെ ഒറിജിൻ എന്താണെങ്കിൽ അതെന്താണെന്ന് വേണം. പിന്നെ എന്ത് വേണം? മെറ്റീരിയൽ വേണം. ഇതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി ഉണ്ടാവണം, സൈസ് വേണം, അതിന്റെ ഏജ് ഉണ്ട്, ഒറിജിൻ ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, പിന്നെ എന്താണ് അതിന്റെ നൗൺ എന്താണോ അത് വേണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഫോർമാറ്റിൽ തന്നിരിക്കുന്നത് I saw 10. അപ്പൊ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഇനി വേണ്ടത് സ്മോൾ എന്ന് പറയുന്നത് അല്ലെ, സൈസ് ആണ്. സൈസ് എന്ന് പറയുമ്പോൾ അടുത്ത ഏതാ വരേണ്ടത്? സ്മോൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും അങ്ങ് വെട്ടാം. സ്മോൾ ആന്റിക് അല്ലെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആന്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഏജ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, കാലഘട്ടമാണ്, പഴയ വസ്തു എന്നുള്ളത്. സ്മോൾ ആന്റിക്. ഇനി അതിന്റെ ഒറിജിൻ ആണ് വേണ്ടത്. ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചൈനീസ് ആണ്. എന്താണ് അതിന്റെ മെറ്റീരിയൽ പൊസലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ചൈനക്കാരുടെ ഒരു ഫ്ലവർ പോട്ടില്ലേ, നമ്മളെ വൈറ്റ് കളറിലും നല്ല ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ സെറാമിക് പോട്ട് പോലെയൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവർ വേസിനെയാണ് നമ്മൾ പൊസേലിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? പൊസേലിയൻ കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? ക്വാണ്ടിറ്റി വേണം അല്ലെ, എത്രത്തോളം വലിപ്പമുണ്ടെന്നുള്ളത് വേണം. പിന്നെ എന്ത് വേണം? അതിന്റെ സൈസ് വേണം. പിന്നെ എന്താണ്? അതിന്റെ ഏജ്, പിന്നെ ഒറിജിൻ, പിന്നെ മെറ്റീരിയൽ, പിന്നെ നൗൺ. ആ ഒരു ഫോർമാറ്റിലാണ് വരേണ്ടത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സ്മോൾ ആന്റിക് ചൈനീസ് പൊസേലിയൻ ഫ്ലവർ വേസ് ഇൻ ദ ഷോപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അതിനൊരു ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ക്വാണ്ടിറ്റി, അതിങ്ങനെ തന്നെ പല പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഒപ്പീനിയൻ, നമുക്ക് പറയല്ലേ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നൊക്കെ പറയത്തില്ല, ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ഓർഡർ. ഒപ്പീനിയൻ വേണം. പിന്നെ എന്താണ്? സൈസ്, പിന്നെ ഏജ്, പിന്നെ ഉള്ളത് ഷേപ്പാണ്, പിന്നെ കളർ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണം, പിന്നെ ഒറിജിൻ, പിന്നെ എന്താണ്? മെറ്റീരിയൽ, പിന്നെ വേണ്ടത് നൗൺ. ഇതാണ് അതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇത് വേണം. പക്ഷെ നമുക്ക് എല്ലാം ഒന്നും വേണമെന്നുണ്ടായില്ല. ചിലപ്പോൾ ക്വാണ്ടിറ്റി മാത്രമായിരിക്കും, ഏജ് ആയിരിക്കും തരുന്നത്, കളർ ആയിരിക്കും തരുന്നത്, മെറ്റീരിയൽ ആയിരിക്കും, നൗൺ ആയിരിക്കാം. അപ്പൊ എന്താണെങ്കിലും ഓർഡർ ഇതായിരിക്കണം. ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ ഒപ്പീനിയൻ ഉണ്ടോ എന്ന് നോക്കാം. ഒപ്പീനിയൻ ഇല്ല എങ്കിൽ എന്ത് വേണം? സൈസ് വേണം. അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് 3 അല്ലെ, ക്വാണ്ടിറ്റി ആണ്. 3 ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഭംഗിയുള്ള. എന്ത്? ലാർജ് സൈസ് ആണ് വേണ്ടത്. ലാർജ്. ഓൾഡ് പഴയത്, ഏജ് ആയി. ഓൾഡ്. പിന്നെ എന്ത് വേണം? ഷേപ്പ്, റൗണ്ട് ഷേപ്പ്. റൗണ്ട് ഇറ്റാലിയൻ ആണ്. ഇറ്റാലിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൗണ്ട് വന്നു, പിന്നെ നമുക്കിവിടെ കളർ കൊടുക്കാം അല്ലെ, റെഡ് ഇറ്റാലിയൻ. പിന്നെ എന്താണ്? ഒറിജിൻ വന്നു. ഇനി എന്താ? മെറ്റീരിയൽ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? വുഡൻ ഡൈനിങ് ടേബിൾ. നിങ്ങൾ ഈ ഒരു സെന്റൻസ് ഒന്ന് പഠിച്ചു വെച്ചാലും മതിയാകും. എന്താണ്? 3 ബ്യൂട്ടിഫുൾ ലാർജ് ഓൾഡ് റൗണ്ട് റെഡ് ഇറ്റാലിയൻ വുഡൻ ഡൈനിങ് ടേബിൾ. അപ്പൊ 3 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയി, ബ്യൂട്ടിഫുൾ ആ ഒരു ഒപ്പീനിയൻ വന്നു, ലാർജ് എന്ന് പറയുന്ന സൈസ് ആയി, ഇവിടെ ഏജ് ഓൾഡ് എന്ന് പറയുന്നത് ഏജ് ആയി, പിന്നെ എന്താണ്? ഷേപ്പായി, കളറായി, ഒറിജിനായി, മെറ്റീരിയൽ ആയി, നൗൺ ആയി. അപ്പൊ ഈ ഒരു ഒറ്റ സെന്റൻസ് പഠിച്ചു വെച്ചാലും മതി. ഇത് ഓർഡറിൽ പഠിച്ചില്ലെങ്കിലും എന്താണ്? 3 ബ്യൂട്ടിഫുൾ ലാർജ് ഓൾഡ് റൗണ്ട് റെഡ് ഇറ്റാലിയൻ വുഡൻ ഡൈനിങ് ടേബിൾ എന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഓർഡർ എന്താണെന്നുള്ളത് കിട്ടും. ഓക്കെ ആണല്ലോ. ഇത് ഇടക്കിടക്ക് ചോദിക്കുന്നതാണ് കേട്ടോ, പരീക്ഷയ്ക്ക് കയറി വരുന്നതാണിത്. നെക്സ്റ്റ് നോക്കാം. ലുക്സ് ലൈക്ക് ഇറ്റ് ഡാഷ് റെയിൻ. ലുക്ക് ലൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എന്താ? മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കണ്ടീഷൻ ആണ് അല്ലെ പറയാം, ഒരു സാധ്യതയാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ മോഡൽ ഓക്സിലറി ഏതായിരിക്കണം? മൈറ്റ് ആയിരിക്കണം. എന്താ? ലുക്സ് ലൈക്ക് ഇറ്റ് മൈറ്റ് റെയിൻ അല്ലെ, മഴ പെയ്യാൻ എന്താണ്? സാധ്യതയുണ്ട് എന്നുള്ള സംഭവം വരും. ഓക്കെ, അതേപോലെ നല്ല സാധ്യത, അതായത് ഒരു കാര്യം സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാം? ought to ഉപയോഗിക്കാം. ഇതിപ്പോ എന്താ? മഴ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ എന്താ? മഴ വരാനും വരാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? അത് കറക്റ്റായിട്ട് ഉറപ്പായിട്ടും നടക്കുന്ന കാര്യം അല്ലെങ്കിൽ ഉറപ്പായിട്ട് സംഭവിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്ത് പറയണം? അതിനെ ought to എന്ന് പറയണം. ഈസ് കൊച്ചി ഡാഷ് ദാൻ ട്രിവാൻഡ്രം. ദാൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ, മോർ ദാൻ അല്ലെ, ടോളർ ദാൻ, ഷോർട്ടർ ദാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? മോർ ആണ് വരേണ്ടത്. മോർ അല്ലെ, കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോഴേക്കും മോർ ബിസിയർ എന്നൊന്നും പറയില്ല, മോർ ബിസി.
ദാൻ ട്രിവാൻഡ്രം. ഈസ് കൊച്ചി മോർ ബിസി ദാൻ ട്രിവാൻഡ്രം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. കമ്പാരിറ്റീവ് ഫോം ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഹി എൻജോയ് സ്വിമ്മിങ് ആൻഡ് എന്താണ് ഹി എൻജോയ് സ്വിമ്മിങ്. ഇവിടെ സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ജെറണ്ട് ഫോം ആണല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതേപോലെ എൻജോയ് എന്ന വേർഡിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം? ജെറണ്ട് ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എൻജോയ് സ്വിമ്മിങ്, എൻജോയ് റണ്ണിങ് അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ എൻജോയ് സ്വിമ്മിങ് കഴിഞ്ഞാൽ എൻജോയ് റണ്ണിങ് എന്ന് വേണം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. അപ്പൊ ഓർത്തിരിക്കുക, എൻജോയ് എന്ന് പറയുന്ന ആ ഒരു വെർബിന് ശേഷം നമ്മൾ എന്ത് ഫോം, വെർബിന്റെ ING ഫോം അല്ലെങ്കിൽ ജെറണ്ട് വെർബിന്റെ ING ഫോം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഓർത്തിരിക്കുക, എൻജോയ് പ്ലസ് വെർബിന്റെ ING ഫോം. ഹി എൻജോയ് സ്വിമ്മിങ് ആൻഡ് റണ്ണിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹാഡ് ഐ നോ ഡാഷ് ഐ ഡാഷ് ഇറ്റ് ഡിഫറെന്റ്ലി. അതായത് ഇവിടെ എന്താണ്? ഇഫ് ക്ലോസ് ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. ഹാഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇഫ് ഐ ഹാഡ് നമ്മൾ പറയത്തില്ലേ, സെയിം തന്നെയാണ് ഹാഡ് ഐ നോ എന്ന് പറയുമ്പോഴും. അപ്പൊ നമുക്കിവിടെ അറിയാവുന്ന എന്താണ്? ഹാഡ് ഐ നോൺ ആണ്. അപ്പൊ ഇവിടെ അറിയാം ഹാഡ് പ്ലസ് V3 ആണ് എന്താ ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്നത്. ഹാഡ് V3 ആണെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? മെയിൻ ക്ലോസ് വരുമ്പോഴേക്കും വുഡ് വേണം അല്ലെ? വുഡ് അല്ലെങ്കിൽ എന്ത് വേണം? കുഡ് വേണം. വുഡ്, കുഡ്, ഷുഡ് അല്ലെങ്കിൽ എന്താണ്? ഓർ മൈറ്റ് പ്ലസ് എന്ത് വേണം? ഹാവ് V3 ഫോം ആണ് വേണ്ടത്. ഹാവ് V3. അപ്പോൾ ഇവിടെ ഹാവ് V3 ഉള്ളത് ഏതാണ്? വുഡ് ഹാവ് ഡൺ എന്നാണ് വേണ്ടത്. ഹാഡ് ഐ നോ ഐ വുഡ് ഹാവ് ഡൺ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ്. വുഡ് വേണം, ഹാവ് വേണം, V3 ഫോം വേണം. ഓക്കെ, അപ്പൊ ഹാഡ് V3 ആണ് നമ്മുടെ ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്നത്. അപ്പൊ മെയിൻ ക്ലോസിലേക്ക് വരുമ്പോൾ വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് പ്ലസ് ഹാവ് V3 ഫോമാറ്റിലായിരിക്കണം. ഷീ ഈസ് സോ റിച്ച് ഷീ സ്റ്റേഡ് ഇൻ എ ഡാഷ് ഓഫ് റൂംസ് ഇൻ ദ ഹോട്ടൽ. ഡാഷ് ഓഫ് റൂംസ് അല്ലെ, കളക്റ്റീവ് നോൺ ആണ് വരേണ്ടത്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്യൂട്ട് ഓഫ് റൂം ആണ് നമ്മൾ പറയുന്നത്. സ്യൂട്ട് ഓഫ് റൂം കണ്ട. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സ്യൂട്ട് ഓഫ് റൂം. ഓക്കെ, കോളനി ഓഫ് ഫാൻസ് നമ്മൾ കുറേ കളക്റ്റീവ് നോൺ. ഹേർഡ് ഓഫ് ഷിപ്പ് അല്ലെ, അതേപോലെ തന്നെ നമ്മുടെ കാറ്റിൽസ്, കൗ ഒക്കെ എന്താണ്? കന്നുകാലിക്കൂട്ടത്തിനൊക്കെ നമ്മൾ ഹേർഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. The most suitable meaning of the idiom break a leg. Break a leg നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ഗുഡ് ലക്ക് അല്ലെ, വിഷിംഗ് എ ഗുഡ് ലക്ക്. അടിച്ചു പൊളിച്ച് നന്നായിട്ട് എഴുതിയിട്ട് വന്ന, പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ട് വന്നൊക്കെ പറയത്തില്ലേ, സെയിം തന്നെയാണ്. ഓൾ ദ ബെസ്റ്റ് അതിന്റെ തന്നെയാണ്. വിഷിംഗ് ഗുഡ് ലക്ക് അതിനെയാണ് നമ്മൾ ബ്രേക്ക് എ ലെഗ് പറയുന്നത്. ബ്രേക്ക് എ ലെഗ്. കിക്ക് ദ ബക്കറ്റ്. എന്താണ് കിക്ക് ദ ബക്കറ്റ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കിക്ക് ദ ബക്കറ്റ് എന്താണ് പറയേണ്ടത്? ടു ഡൈ അല്ലെ, മരിച്ചു പോകുക. അതിനെയാണ് നമ്മൾ കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് വൺ വേർഡ് ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സംവൺ ഹു ഹേറ്റ് മാരേജ്? കല്യാണം ഇഷ്ടമല്ലാത്തവരെ പറയുന്ന പേരാണ് മിസോഗമിസ്റ്റ്. എന്താണ്? മിസോഗമിസ്റ്റ്. ആരാണ്? മിസോഗമിസ്റ്റ്. ഓക്കെ, അപ്പൊ ആരാണ് മിസാന്ത്രോപിസ്റ്റ് എന്ന് പറയുന്നത്? അതായത് ഹ്യൂമൻ കൈൻഡ്, മനുഷ്യനെ മൊത്തത്തിൽ എന്താണ് ഇഷ്ടമല്ലാത്തവരെയാണ് എന്ത് പറയുന്നത്? മിസാന്ത്രോപിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? എ പേഴ്സൺ ഹു ഹേറ്റ് വുമൺ. അപ്പൊ ലവ് ആണെങ്കിലോ? എ പേഴ്സൺ ഹു ലവ് ഹ്യൂമൻ കൈൻഡ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫിലാന്ത്രോപിസ്റ്റ്. ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ അടുത്ത എന്താണ്? മിസോളജിസ്റ്റ്. മിസോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹു ഹേറ്റ് റീസൺ ഓർ ഡിസ്കഷൻ. എന്താണ്? എന്തിനെ ഇഷ്ടമല്ലാത്തവർ? റീസൺ, കാരണങ്ങൾ, അല്ലെങ്കിൽ എന്താണ്? ഡിസ്കഷൻ, അതിനെയൊക്കെ ഇഷ്ടമല്ലാത്തവരെയാണ് എന്ത് പറയുന്നത്? മിസോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഈ മിസ് വരുന്ന മിക്കതും എന്താണ്? ഹെയ്റ്റ് ആണ് കേട്ടോ. അടുത്ത മിസഗോണിസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്താണ്? എ പേഴ്സൺ ഹു ഹേറ്റ് വുമൺ അല്ലെ, പെൺവർഗത്തെ തന്നെ ഇഷ്ടമല്ലാത്തവരെ പറയുന്ന പേരാണ് മിസോഗനിസ്റ്റ് എന്ന് പറയുന്നത്. വുമൺ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? മാരേജിന് ഇഷ്ടമല്ലാത്തവരെ മിസോഗമിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഷീ ഈസ് ബിസി ദിസ് വീക്കെൻഡ്. ഹർ ഡാഷ് ആർ കമ്മിങ് ഫോർ എ വിസിറ്റ്. ഇവിടെ എന്താണ്? ആറ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആറെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തായിരിക്കണം? അവിടെ പ്ലൂറൽ നൗൺ ആയിരിക്കണം വേണ്ടത്. പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ എന്താണ്? സിസ്റ്റർ ലോ. അതിന് എന്താണ് നമ്മൾ സിസ്റ്റർ ഇൻ ലോന്റെ പ്ലൂറൽ ആയിട്ട് പറയേണ്ടത്? സിസ്റ്റർ ഇൻ ലോസ്, സിസ്റ്റർ ഇൻ ലോ, കസിൻ സിസ്റ്റർ ഒന്നും അല്ല വേണ്ടത്. സിസ്റ്റേഴ്സ് ഇൻ ലോ അതാണ് ട്ടാ വരേണ്ടത്. സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എസ് ചേർത്തിക്കണം. അതേപോലെ നമുക്ക് പറയാം സൺ ഇൻ ലോന്റെ പ്ലൂറൽ ആണെങ്കിൽ സൺസ് ഇൻ ലോ ആണ് വരേണ്ടത്. സൺസ് ഇൻ ലോ, അല്ലാണ്ട് ഇവിടുത്തെ എസ് ലാസ്റ്റ് അല്ല ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് എപ്പോഴും ഡൗട്ട് വരുന്നത് സിസ്റ്റർ ഇൻ ലോസ് ഇതാണോ എന്നായിരിക്കും ഡൗട്ട് വരേണ്ടത് അല്ലെ. അപ്പൊ എന്താണ് സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുമ്പോൾ സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ് അതിന്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്. അതിൽ ഡോട്ടർ ഇൻ ലോ ആണെങ്കിൽ എന്ത് പറയാം? ഡോട്ടേഴ്സ്
ഇൻ ലോ ആണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഷീസ് ബിസി, ഓൾറെഡി പറഞ്ഞാണ് അല്ലേ. ദ സൂപ്പർ സ്റ്റാർസ് വിസിറ്റ് വാസ് എ ഡാഷ് മൊമെന്റ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് സൂപ്പർ സ്റ്റാറിന്റെ വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്റോറിക് ആണ് അല്ലെ. ഹിസ്റ്റോറിക് എന്ന് പറയുമ്പോൾ എന്താണ്? ചരിത്രപരമായ, അതിനെയാണ് ഹിസ്റ്റോറിക് മൊമെന്റ് ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് എന്താണ്? അതൊരു ചരിത്രപരമായ എന്ന് പറയേണ്ടി വരും. അപ്പൊ ഓപ്ഷൻ സി ആണ് വരേണ്ടത് അല്ലെ. ദ സൂപ്പർ സ്റ്റാർ വിസിറ്റ് വാസ് എ ഹിസ്റ്റോറിക് മൊമെന്റ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ് ഹിസ്റ്ററോണിക് എന്ന് പറയുന്നത്? നാടകീയമായിട്ട് പറയത്തില്ല, അതിനെയാണ് നമ്മൾ നാടകീയമായ. ഹിസ്റ്റോറിക്കൽ എന്താണ്? അതെന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗമായ എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ, ചരിത്രത്തിന്റെ ഭാഗമായത്. അപ്പൊ ഇതെന്താണ്? ഹിസ്റ്റോറിക് എന്ന് പറയുന്ന ചരിത്രപരമായ ഒരു ഇമ്പോർട്ടന്റ്, ഒരു ഫേമസ് ഇൻ ഹിസ്റ്ററിയാണ്. അതായത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് എന്താണ്, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട് അല്ലെ. കവ, യാവള്ളി, താവള്ളി, കവയിത്രി, ഇത് ശരിയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എന്താണ്? യാദൃച്ഛികം. യാദൃച്ഛികം എങ്ങനെയാണ് എഴുതേണ്ടത്? കഴിഞ്ഞ ഒത്തിരി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇച്ഛ, ഇതാണ് വരേണ്ടത്, യാദൃച്ഛികം. അതേപോലെ അതിഥി, ആരാണ്? അതിഥി. തിഥി നോക്കാതെ വരുന്നവനാരോ അവനാണ് അതിഥി എന്ന് പറയുന്നത്. തിഥി എന്ന് പറയുമ്പോൾ എന്താണ്? ദിവസമാണ്. ബാഷ്പാഞ്ജലി, ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഇങ്ങനെയല്ല വരേണ്ടത്, തിരിച്ചാണ് കേട്ടോ. ഇങ്ങനെയാണ്, ഞാനാണ് ആദ്യം വരേണ്ടത് ബാഷ്പാഞ്ജലിക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശരിയായ വാക്യം. മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതും അത്യന്താപേക്ഷിതവുമായ ആവശ്യ ഘടകങ്ങളാണ് വായുവും ജലവും. ഈ പറയുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അത്യന്താപേക്ഷിതം, രണ്ടും എന്താണ്? സെയിം മീനിങ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് തെറ്റാണ്. അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണ് എന്നെ പാട്ടുപാടി ഉറക്കിയത്. അമ്മയോ അച്ഛനോ ആണെന്ന് മതി അല്ലെ. അല്ലാണ്ട് അമ്മ അല്ലെങ്കിൽ അച്ഛനാണെന്ന് മതി. അമ്മ അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആണെന്ന് മതി. ഇവിടെ യോ എന്ന് വരുമ്പോൾ തന്നെ ഓൾറെഡി ഒരു അല്ലെങ്കിൽ എന്നുള്ളൊരു മീനിങ് ആണ്. അല്ലെങ്കിൽ എന്ത് വേണം? അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആണ് എന്നെ പാട്ടുപാടി ഉറക്കിയത്, അങ്ങനെ മതി. ഇതും തെറ്റാണ്. ഭാര്യ അയാൾ സദാ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. സദാ എപ്പോഴും, രണ്ടും എന്താണ്? ഭാര്യ അയാൾ സദാ വഴക്ക് പറയുമായിരുന്നു, ഭാര്യ അയാൾ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു, ഏതെങ്കിലും ഒന്ന് മതി. ഈ സദാ എപ്പോഴും രണ്ടുമിന്റെയും മീനിങ് എന്താണ്? ഒന്നാണ്. അപ്പൊ ഇതും എന്താണ്? തെറ്റാണ്. അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു, ഇതാണ് ഇവിടെ ശരി. നമുക്ക് എപ്പോഴും ഇതാണ് തെറ്റായിട്ട് തരാറുള്ളത്. എന്താണ്? എന്ത് പറയും? ഹാർദവമായി എന്ന് പറയും. അപ്പൊ ഇതെന്താണ്? ഇതാണ് നമ്മുടെ ശരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. എന്താണ് കോഫി ടു ടീ എന്ന് പറയുമ്പോൾ എന്താണ്? നിഷയ്ക്ക് ചായയേക്കാൾ ഇഷ്ടം എന്താണ്? കോഫിയാണ്. നിഷയ്ക്ക് ചായയും കോഫിയും ഇഷ്ടമല്ല എന്നുള്ളതല്ല, നിഷയ്ക്ക് ചായയും കോഫിയും ഇഷ്ടമാണെന്നുള്ളതല്ല, കോഫിയേക്കാൾ ഇഷ്ടം ചായയാണെന്നുള്ളത് അല്ലെ. എന്താണ്? നിഷ പ്രിഫേഴ്സ് കോഫി. നിഷ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? കോഫിയാണ്. എന്തിനേക്കാൾ? ചായയേക്കാൾ. അപ്പൊ എന്താണ്? നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. പ്രിഫർ ടു, നമ്മളിത് ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ് അല്ലെ. ആ ഒരു കണക്ട് ചെയ്യട്ടെ, പ്രിഫർ ടു എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒറ്റപ്പദം എഴുതുക. എന്താണ്? പൊക്കമുള്ളവനെ പറയുന്ന പേരാണ് എന്ത്? പ്രാംശു. ആരാണ്? പൊക്കമുള്ളവനാണെങ്കിൽ പ്രാംശു. ഇനി ക്രോധത്തോടു കൂടിയവൻ എന്താണ്? ക്രോധത്തോടു കൂടിയവനാണ് ക്രുദ്ധൻ. ക്രൂരനല്ലാത്തവൻ എന്ത് പറയും? ക്രൂരനല്ലാത്തവനെ പറയുന്ന പേരാണ് അക്രൂരൻ. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ല, തെറ്റാണെന്ന് വിചാരിക്കും. ക്രൂരനല്ലാത്തവനെ പറയുന്ന പേരാണ് അക്രൂരൻ. വ്യാകരണം പഠിച്ചവരാരാണ്? വൈയാകരണൻ. ന്യായശാസ്ത്രം പഠിച്ചവരാരാണ്? നൈയാമികൻ. നെയ്യാമികൻ എന്നും കൂടി പറയും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നതിൽ അഗ്നിയുടെ പര്യായം അല്ലാത്തത് എന്താണ്? അനലൻ. അനിലനാണ് കാറ്റ്, അനലൻ അഗ്നിയാണ്, ശരിയാണ്. അടുത്ത ഏതാണ്? വൈശ്വാനരൻ, ഇതും തീയാണ്. എന്താണ്? ശിഖീം എന്താണ്? തീയാണ്. അപ്പൊ ഇവിടെ ഏതാണ് അല്ലാത്ത ചോദിച്ചാൽ അഗ്രിമനാണ്. അല്ലാത്ത എന്ന് പറയുമ്പോൾ അഗ്രിമനാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്നതിന്റെ വിപരീതം. തിക്തം എന്താണ്? നമ്മൾ ഒത്തിരി തവണ പഠിച്ചിട്ടുണ്ട്. തിക്തം എന്ന് പറയുമ്പോൾ കയ്പാണ്. ഓപ്പോസിറ്റ് ആണ് എന്ത്? മധുരം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ. വ്യക്തം, ഓപ്പോസിറ്റ് എന്താണ്? അവ്യക്തം. വ്യക്തം ഓപ്പോസിറ്റ് അവ്യക്തമാണ്. ശക്തമാണെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് അശക്തമാണ്. അശക്തം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉപ്പും ചോറും തിന്നുക. എന്താണ് ഉപ്പും ചോറും തിന്നുക എന്ന് പറഞ്ഞാൽ? കറിയില്ലാതെ ചോറ് മാത്രം കഴിക്കുക, വാരി വലിച്ചു കഴിക്കുക, നന്ദി കാണിക്കുക, ആശ്രിതനായി കഴിയുക. ഇവിടെ എന്താണ്? ഇത് രണ്ടുമായിരിക്കും നമുക്ക് ഡൗട്ട് വരുന്നത്. ആശ്രിതനായി കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപ്പും ചോറും തിന്നുക എന്ന് പറയുന്നത്. ഞാൻ അവന്റെ ഉപ്പും ചോറാണ് തിന്നതെന്ന് പറഞ്ഞാൽ അവൻ ആശ്രിതനായിട്ടാണ് ഞാൻ അവിടെ കഴിയുന്നത് എന്നുള്ളതാണ്. സമാന പദങ്ങൾ കണ്ടെത്തുക. ന്യൂനം
ന്യൂനം. ന്യൂനം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവാണ് അല്ലെ? കുറവാണ്. ഇത് നമുക്ക് കുറവാണെന്ന് അറിയാം. അപ്പൊ ഇത് രണ്ടും എല്ലാം നമുക്ക് മനസ്സിലായി. ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. ന്യൂനസംഖ്യ അല്ലെ? മറ്റേ നമുക്കറിയാം നെഗറ്റീവ് സംഖ്യകളെയാണ്. അപ്പൊ പുറകോട്ടാണ്. കുറവാണ്. ന്യൂനം കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ന്യൂനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചയമാണ്. നിശ്ചയമാണ്. വെറും ന്യൂനം എന്ന് എഴുതി കഴിഞ്ഞാൽ നിശ്ചയമാണ്. അപ്പൊ കുറവ്, നിശ്ചയം, ഇതാണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. ലോഭം ഈ രണ്ടിലും ഏതാണ്? മീനിങ് എന്താണ്? ഈ ലോപം എന്ന് പറഞ്ഞാൽ കുറവ്, ലോപിക്കുക, കുറയുക. ഈ ലോപം എന്താണ്? പിശുക്കാണ്, പിശുക്ക്. ഓക്കെ. ഇനി ഉദ്ദേശം ഉണ്ട്, അതേപോലെ തന്നെ ഉദ്ദേശ്യമുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് പറയുന്നത്? ഏകദേശം എന്ന മീനിങ് ആണ്. ഏകദേശം, ഉദ്ദേശം അല്ലെ? ഉദ്ദേശ്യമാണെങ്കിലോ അത് ലക്ഷ്യമാണ്, ലക്ഷ്യം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. പുല്ലിംഗ ശബ്ദം എഴുതുക. എന്താണ്? സ്നുഷ. നമ്മൾ ഒത്തിരി തവണ പഠിക്കുന്നുണ്ട്. സ്നുഷയുടെ പുല്ലിംഗം എന്താണ്? ജാമാതാവ്. ജാമാതാവാണ് സ്നുഷ അല്ലെ? മരുമകൻ, മരുമകൾ, അതാണ് ജാമാതാവ് സ്നുഷയാണ്. ദൗഹിത്രൻ എന്താണ്? സ്നുഷൻ എന്നുള്ള വാക്കൊന്നുമില്ല കേട്ടോ. ദൗഹിത്രൻ എന്താണ്? ദൗഹിത്രി. ഓക്കെ. ഭാഗിനേയൻ എന്താണ്? ഭാഗിനേയൻ, ഭാഗിനേയാണ്. അതേപോലെ പൗത്രൻ ആണെങ്കിൽ എന്താണ് വരേണ്ടത്? പൗത്രൻ, പൗത്രിയാണ്. ദൗഹിത്രൻ, ദൗഹിത്രിയാണ്. ഭാഗിനേയൻ, ഭാഗിനേയാണ്. പൗത്രൻ എന്താണ്? പൗത്രിയാണ്. നെക്സ്റ്റ് നോക്കാം. വാക്യം ചേർത്തെഴുതുക. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതോടെ നിർത്താം. നമുക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല വായിച്ചിട്ട്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലാതിരുന്നതിനാൽ ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല ആശയ്ക്ക് വിശന്നത് അല്ലെ? അപ്പൊ ഇത് തെറ്റാണ്. ആശയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല, അതും തെറ്റാണ്. മീനിങ് തന്നെ മാറി. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലാതിരുന്നതിനാലാണ് ആശയ്ക്ക് വിശക്കുന്നതാണോ? ഭക്ഷണം ഉണ്ടാക്കാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും വിശപ്പിന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല അല്ലെ? വിശപ്പ് നോർമലി നമുക്ക് വരുന്നൊരു സംഭവമാണ്. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ മാത്സ് ആണ് വരേണ്ടത്. നോക്കാം. എ കണ്ടെയ്നർ ഈസ് ഫിൽഡ് വിത്ത് എ മിക്സർ ഓഫ് 2 liquid A and B. The ratio is 3:4 and is 7 liter of liquid A is added to the container. Okay. Then new ratio is liquid A and B become 4:3. Find the initial quantity of liquid A in the container. അതായത് പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടെയ്നറിലെ എന്തോ മിക്സർ ഉണ്ട്, അതെന്താണ്? 3:4 എന്ന റേഷ്യോയിലാണ്. 7 liter ഓഫ് ലിക്വിഡ് എ, ഇത് എയും ബിയും ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. ഇത് എ, ഇത് ബി. എയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? 7 liter ആഡ് ചെയ്തപ്പോഴേക്കും പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആയിട്ട് മാറി. അപ്പൊ പഴയ റേഷ്യോ, ബിയുടെ റേഷ്യോയ്ക്ക് മാറ്റമില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ 7 liter കൂട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമലി നമ്മളെ റേഷ്യോയെ പറയുന്നത് 3x:4x എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ റേഷ്യോ. 7 liter കൂട്ടി അല്ലെ? 7 liter കൂട്ടിയപ്പോൾ എന്തായിട്ട് മാറി? ഈ 3x-നോട് 7 കൂട്ടി, ഇവിടത്തെ എന്താണ്? 4x-ന് നമുക്ക് മാറ്റമൊന്നുമില്ല. അങ്ങനെ ആയപ്പോൾ പുതിയ റേഷ്യോ എന്തായിട്ട് മാറി? 4:3 എന്നായിട്ട് മാറി. ഈ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് A:B എന്ന് പറയുന്നതിനെ നമുക്ക് A/B എന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? നമുക്ക് 3x + 7 ഡിവൈഡഡ് ബൈ 4x = 4/3 എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 × 3x + 7 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 4 × 4x എന്ന് വരും. ഇവിടെ എത്ര വരും? 9x + 21 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 16x ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 21 എന്ന് പറയുമ്പോൾ എത്ര വരും? 16x - 9x ആണ്. 21 എന്ന് പറയുമ്പോൾ 7x വരും. x എന്ന് പറയുമ്പോൾ 21 / 7 വരും. 3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. ഇതാണ് PSC തന്നിരുന്ന ആൻസർ. A 3 ആണെന്ന്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിക്കും അതായിരുന്നില്ല. ഫൈൻഡ് ദ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് A ഇൻ ദ കണ്ടെയ്നർ. ഇതിൽ ആദ്യത്തെ ക്വാണ്ടിറ്റി എത്രയാണെന്നാണ്. ആദ്യത്തെ ക്വാണ്ടിറ്റി എങ്ങനെയായിരുന്നു? എയും ബിയും 3ഉം 4ഉം അല്ലായിരുന്നോ? അതായത് 3x ആണ് A എന്ന് പറയുന്നത്. 3 × 3 9 ആണ്. 9 ലിറ്റർ ആണ് A എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടിയിരുന്നത്. പക്ഷെ PSC തന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫൈനൽ ആൻസർ കീയിലും ഓപ്ഷൻ ബി തന്നെയായിരുന്നു. കാര്യം അവർ പക്ഷെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വേറെയാണ്. അങ്ങനെയാണെങ്കിൽ ബി എത്രയാണ്? 4 × 3 4 3 12 ആണ് അല്ലെ? ഇനി ഇത് 7 കൂട്ടി എന്ന് പറയുമ്പോൾ 9ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 16:12 എന്ന് വരും. നോക്കിക്കേ, കട്ട് ചെയ്യുമ്പോൾ 4:3 എന്നായി റേഷ്യോ.
ആദ്യത്തെ റേഷ്യോ 9:12. 9 കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 3:4. എന്തായിട്ട് മാറി? 4:3 കറക്റ്റ് ആയില്ലേ? അപ്പൊ ആൻസർ ശരിക്കും വരേണ്ടിരുന്നത് 9 പക്ഷെ ഇവരിവിടെ എക്സ് വെച്ച് ഇവർ നിർത്തിക്കളഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The value of x is 25 more than the value of y. Value of x എന്ന് പറയുന്നത് നമുക്കറിയാം, എക്സ് എന്ന് വാല്യൂ ഓഫ് എക്സ് ഈസ് 25% മോർ ദാൻ വൈ. അപ്പോൾ വൈ നമുക്ക് എന്ത് ചെയ്യാം? 100 ആണ് എങ്കിൽ എക്സ് എന്ന് പറയുന്നത് 25% മോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 125 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അവയുടെ വ്യത്യാസം എത്രയാണ്? വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുന്നത് 25 ആണല്ലോ. ഇനി ചോദിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് വൈ ഈസ് ലെസ് ദാൻ ദ വാല്യൂ ഓഫ് എക്സ്, എത്ര പെർസെൻറ്റേജ് കുറവാണെന്ന്. വ്യത്യാസം എത്രയാണ്? 25. എക്സിന്റെ വാല്യൂ എത്രയാണ്? 125. വൈ എത്രയാണ്? 100. എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതിവിടെ കട്ട് ചെയ്യുമ്പോൾ 5 തവണ വരും, ഇതിവിടെ കട്ട് ചെയ്യുമ്പോൾ 20. അപ്പൊ എത്ര വരും? എക്സും വൈയും തമ്മിൽ എത്രയാണ്? 20% വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാകും. പുറകോട്ടാണെങ്കിൽ 20% കുറവാണ്. എക്സ് എന്ന് പറയുന്ന വൈയേക്കാൾ എത്രയാണ്? 25% കൂടുതലാണെന്ന് വരും. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്, ഓപ്ഷൻ സി. നെക്സ്റ്റ് നോക്കാം. ദ റേഷ്യോ ഓഫ് സാലറീസ് ഓഫ് രാജു ആൻഡ് രാധ ആൻഡ് ഗീത 3:5:7. രാജു, രാധ, പിന്നെ ആരാ? ഗീത. എന്താണ് അവരുടെ റേഷ്യോ? 3:5:7 ആണ്. ഗീത ഗെറ്റ്സ്, അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇത് നമുക്ക് എക്സിറ്റ് കൊടുക്കാം. ഗീത ഗെറ്റ്സ് 868 മോർ ടു രാജു. രാജുവിന്റെ 3x ആണ്. അതിനേക്കാൾ 868 രൂപ ആർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്? ഗീതയ്ക്ക്. ഗീതയുടെ എത്രയാണ്? 7x ആണ്. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എത്ര വരും? 868 എന്ന് പറയുന്നത് 7x-ന്ന് 3x കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ 4x കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് വരും? 868 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നതാണ് എക്സ്. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 3 വരും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 3 അല്ലല്ലോ, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 1 വരും, ബാക്കി 2 വരും റിമൈൻഡർ അല്ലെ. 28 എന്ന് പറയുമ്പോൾ 7, 7 4 28. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 217 ആണ് എക്സിന്റെ വാല്യൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് രാധ സാലറി, രാധയുടെ സാലറി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാധയുടെ സാലറി എന്ന് പറയുന്നത് 5x ആണ്. അതായത് 5 × 217 ആണ്. 217 × 5 ചെയ്യുമ്പോൾ 7 5 35, ഇവിടെ 1 5 5 3 8 വരും അല്ലെ. 2 5 10, 10 85, 1085 ആണ് ആരുടെ സാലറി എന്ന് പറയുന്നത്? രാധയുടെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. റാണി ഹാസ് ടു ട്രാവൽ ഫ്രം മാംഗ്ലൂർ ടു കോട്ടയം but due to short time she managed to get the train ticket from കോഴിക്കോട് to കോട്ടയം only. അപ്പൊ രാധയ്ക്ക് എവിടെ പോകണം? മാംഗ്ലൂരിൽ നിന്ന് എവിടം വരെ പോകണം? കോട്ടയം വരെ പോകണം. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? She managed to get the train ticket from കോഴിക്കോട് to കോട്ടയം. അപ്പൊ കോഴിക്കോട് നിന്ന് ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. She traveled the local transport from Mangalore to കണ്ണൂർ. മാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ വരെ അവൾ എന്ത് ചെയ്തു? ലോക്കൽ ട്രാൻസ്പോർട്ട് എടുത്തു. അവിടെ എന്ത് ചെയ്തു? ടു കണ്ണൂർ 120 കിലോമീറ്റർ ഇൻ 7 hours. 120 കിലോമീറ്റർ യാത്രയുണ്ടായിരുന്നു. അത് എത്ര മണിക്കൂർ കൊണ്ടെടുത്തു? 7 മണിക്കൂർ കൊണ്ടെടുത്തു. പിന്നെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ പോയി. എത്ര കിലോമീറ്റർ? 80 കിലോമീറ്റർ ഉണ്ടായിരുന്നു. എത്ര മണിക്കൂർ കൊണ്ട്? 5 മണിക്കൂർ കൊണ്ട്. ഇനി കോഴിക്കോട് നിന്ന് കോട്ടയം വരെ 240 കിലോമീറ്റർ ഉണ്ടായിരുന്നു. എത്ര മണിക്കൂർ കൊണ്ട്? 10 മണിക്കൂർ കൊണ്ട് എത്തി. ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യം മാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ വരെ വന്നു 120 കിലോമീറ്റർ. പിന്നെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ വന്നു 80 കിലോമീറ്റർ. പിന്നെ കോഴിക്കോട് നിന്ന് കോട്ടയം വരെ വന്നു എത്രയാണ്? 240. ഓരോന്നിന്റെ സമയവും കൂട്ടണം. 7 + 5 + 10 എന്ന് വരും. അതായത് ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് 440 ഡിവൈഡ് ബൈ 22 എന്ന് വരും. ഇവിടെ കട്ടായി പോകും. എത്ര തവണ? 2 തവണ അല്ലെ. അപ്പൊ 20 കിലോമീറ്റർ പെർ മണിക്കൂർ ആണ്. എന്താ, ഒരു മണിക്കൂറിൽ ഏകദേശം 20 കിലോമീറ്റർ ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻ ആൻ AP the ratio of the second term to the 7th term is 1/3. 5th term is 11. What is the 15th term? Second term to the 7th term എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സെക്കൻഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? A + D. പിന്നെ എന്താ? 7th ടേമിന് നമുക്ക് എന്ത് എഴുതാം? A + 6D എന്ന് എഴുതാം. ഓക്കെ, സെക്കൻഡ് ടേം ടു ദ 7th ടേം എന്ന് പറയുന്നത് എത്രയാണ്? റേഷ്യോ 1/3. ഓക്കെ ആണല്ലോ. ഇതാണ് തന്നിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് പിന്നെ അറിയാവുന്നത് A + 4D 5th ടേം എന്ന് പറയുന്നത് 11 ആണെന്ന് അറിയാം. ഇവിടെ ഒരു ഇക്വേഷൻ നമുക്കറിയാം.
ഇവിടെ നേരെ ക്രോസ് ചെയ്ത് നോക്കിക്കേ, ഇവിടെ എന്ത് വരും? 3a പ്ലസ് 3d എന്ന് പറയുന്നത് എത്ര വരും? a പ്ലസ് 6d ആണ്. നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന 3a മൈനസ് എ എന്ന് പറയുന്നത് 6d മൈനസ് 3d ആണ്. 2a എന്ന് പറയുന്നത് ഇവിടെ 3d ആയിട്ട് വരും. അതായത് a എന്ന് പറയുന്നത് 3a/2d ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. a പ്ലസ് 4d, അഞ്ചാമത്തെ പദം 11 ആണെന്ന് ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് എയുടെ പ്ലേസിൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം? 3a/2d പ്ലസ് 4d എന്ന് പറയുന്നത് 11 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്രോസ് ചെയ്യുമ്പോഴേക്കും 3d പ്ലസ് 8d ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 11 ആണ്. 8 3 11d എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 11 × 2. ഇവിടെ d എന്ന് പറയുന്നത് 11 × 2/11. 11 11 കട്ടായി പോകും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ കോമൺ ഡിഫറൻസ് 2 ആണ് എങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരാം? നമുക്ക് നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? a കണ്ടുപിടിക്കാമല്ലോ. a പ്ലസ് 4d എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ a പ്ലസ് 4 ഇൻറ്റു ഇവിടെ എത്ര വരും? 2 എന്ന് പറയുന്നത് 11 ആണ്. സോ a എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? ആൻസർ 11 മൈനസ് 8, അതായത് a എന്ന് പറയുന്നത് 3 ആണ്. എയും കിട്ടി, ഡിയും കിട്ടി. ഇനി 15ാമത്തെ പദം എന്ന് പറയുന്നത് a പ്ലസ് 14d ആണ്. നമ്മൾ a15 15ാമത്തെ പദം എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് 3 ആണ്. 14d എന്ന് പറയുമ്പോൾ 14 ഇൻറ്റു d 2 ആണ്. അപ്പൊ 3a പ്ലസ് 14 ഇൻറ്റു 2 28. ആൻസർ എത്ര വരും? 31 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്. സ്ക്വയർ, ട്രയാങ്കിൾ, ക്യൂബോയിഡ്, റെക്ടാങ്കിൾ. വായിക്കുമ്പോൾ തന്നെ അറിയാം ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്താണ്? 2D ഫിഗർ ആണ് അല്ലെ. ക്യൂബോയിഡ് മാത്രമാണ് എന്ത്? നമ്മുടെ 3D ഫിഗർ ആയിട്ട് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ക്യൂബോയിഡ് എന്ന് പറയുന്നത്. അല്ല, ഇത് റെക്ടാങ്കിൾ, ഇതെന്താണ്? ട്രയാങ്കിൾ, ഇതെന്താണ്? സ്ക്വയർ. ഇതെല്ലാം 2D ആണ്. ക്യൂബോയിഡ് മാത്രമാണ് അവിടെ 3D ഫിഗർ വരുന്നത്. ജോൺ ക്യാൻ കംപ്ലീറ്റ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടേ. ശരിക്കും ഇതിന്റെ ആൻസർ തന്നിട്ടില്ല ഇതിൻ്റെ അകത്ത്. നെക്സ്റ്റ് നോക്കാം. ദീപക് സെഡ് ടു രാജു. ദീപക് രാജുവിനോട് പറയുകയാണ്, ദ ബോയ് പ്ലേയിങ് വിത്ത് ഫുട്ബോൾ. ആ ഒരു ആൺകുട്ടി, ഫുട്ബോൾ കളിക്കുന്ന ആൺകുട്ടി എന്ന് പറയുന്നത് ഈസ് എ യങ്ങർ ഓഫ് ദ 2 ബ്രദേഴ്സ് ഓഫ് ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ മകള്. എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ മകൾ എന്ന് പറഞ്ഞാൽ ആരാണത്? എൻ്റെ അനിയത്തിയാണെന്നാണ് അല്ലെ. പറയുവാണ്, രാജു പറയുവാണ്, എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ വൈഫ്. ഇവർ തമ്മിലപ്പോൾ ആരാണ്? രാജുവിന്റെ അച്ഛനും അമ്മയുമാണ്. ഭാര്യയുടെ മകള്, ഡോട്ടറിന്റെ 2 ബ്രദേഴ്സ് ആണ് അവിടെ കളിക്കുന്നതെന്ന്. അല്ല, 2 ബ്രദേഴ്സ്. അപ്പൊ ആരാണ്? ആ ഫുട്ബോൾ കളിക്കുന്ന ബോയും ദീപക്കും തമ്മിൽ എന്താണ്? ബ്രദർ ആയിരിക്കില്ലേ? അതായത് ഇവര് തമ്മിൽ ബ്രദേഴ്സ് ആണ്. ഇതിന്റെ ബ്രദർ ആണ് കളിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൻസർ എന്ന് പറയുന്നത് ബ്രദർ ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ്. എന്താണ് ഈ ഒരു വേർഡിനെ നമ്മൾ എഴുതിയിരിക്കുന്നത് NTIVVGLM എന്നാണ്. ഓക്കെ, ഇതിനെങ്ങനെയാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്? നെക്സ്റ്റിനെ കോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ കോഡിങ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ശരിക്കും കോഡ് ചെയ്തിരിക്കുന്നത് ഇതിനെ നേരെ തിരിച്ചെഴുതിയിട്ടാണ്. TNOPBARG. ഇതിനെ നേരെ തിരിച്ചെഴുതിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ടിയിൽ നിന്ന് നമുക്കറിയാം -6 ആണ് ഇവിടെ കുറച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? +6 ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? -6 ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? +6 ചെയ്തു. ഇവിടെ എന്താണ്? -6 ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു? a കഴിഞ്ഞ് +6, ഇവിടെ -6, ഇവിടെ എന്താണ്? +6. ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ കോഡിങ് നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താലാണ് എങ്ങനെയൊക്കെയാണ് ഇതിനെ ചോദിക്കാറുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ കോഡ് ചെയ്യുമെന്നല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഈ വേർഡ് ഒന്ന് എടുത്ത് എഴുതാം. TMVLRBDE. ഇനി എന്ത് ചെയ്യണം? നമ്മൾ അതിനെ നേരെ തിരിച്ചെഴുതണം. EDBRLVMT. തിരിച്ചെഴുതിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് -6. ഇയിൽ നിന്ന് -6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്ത് വരും? ABCDE. ഇവിടെ ബാക്കിലോട്ട് വേണം. 1 2 3 4 Z അല്ലെ, XYZ. ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടെ Y വന്നം. ഓക്കെ, Y വന്നം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി എന്തിലാണ് വ്യത്യാസം എന്ന് നോക്കുക. ഇത് രണ്ടും ഒരേപോലെയാണ് തന്നിരിക്കുന്നത്. അടുത്തത് യുവിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലെ. ഇത് U ആണോ V ആണോ എന്ന് നോക്കിയാൽ മതി.
ഇവിടെ എന്ത് ചെയ്യണം +r ആണ്. അത് നമുക്ക് നോക്കണ്ട. ഇവിടെ ബിയിൽ നിന്ന് എന്ത് ചെയ്യണം -r. ബിയിൽ നിന്ന് -r നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെ -r v ആണ് വരേണ്ടത്. ഉണ്ടോ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. ബൈ ബി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. എ പേഴ്സൺ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് അയാൾ യാത്ര ചെയ്യുവാണ് 3 കിലോമീറ്റർ ഈസ്റ്റ് വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അയാൾ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കിഴക്കും പടിഞ്ഞാറൊക്കെ വരച്ച് വെക്കണ്ടേ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അയാൾ എന്ത് ചെയ്തു, കിഴക്കോട്ട് 3 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ദെൻ ടേൺ ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണ്, മുകളിലോട്ടാണ്. ക്ലോക്ക് താഴോട്ടല്ലേ കറങ്ങേണ്ടത്, ആന്റി ക്ലോക്ക് വൈസ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു, thrice the distance to reach C and turns left and travel thrice that distance to reach C. അതായത് ഈ ഡിസ്റ്റൻസിനേക്കാൾ 3 ഇരട്ടി അയാൾ ട്രാവൽ ചെയ്തു. അപ്പൊ ആദ്യം 3 ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ അയാൾ 9 കിലോമീറ്റർ ഈ ട്രാവൽ ചെയ്തു അല്ലെ, കിലോമീറ്ററിലല്ലേ പറഞ്ഞിരിക്കുന്നത്. ഹി അഗെയിൻ ടേൺ ലെഫ്റ്റ്. വീണ്ടും എന്ത് ചെയ്തു, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു, ട്രാവൽ 5 ടൈംസ് ഡിസ്റ്റൻസ് ഹി കവേർഡ് എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാൾ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ ഏകദേശം 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 15 കിലോമീറ്റർ. 5 × 3 നോക്കണം. ആൻഡ് റീച്ചസ് ഹിസ് ഡെസ്റ്റിനേഷൻ ഡി. ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിലേക്ക് എത്തി. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ട്രെയിറ്റ് പോയിന്റ് ആൻഡ് ദ ഡെസ്റ്റിനേഷൻ. അതായത് ഈ പോയിന്റ് എയും ഡിയും തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 9 ആണ് അല്ലെ, ഇത് 9 ആണെങ്കിൽ ഇത് 9 ആണ്, ഇത് 3 ആണെങ്കിൽ ഇവിടെ 3, അപ്പൊ ഇവിടെ എത്ര വരും, 12 വരും. അതായത് ഇതിങ്ങനെ ഒരു ഇത് 9 ഇത് 12, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഡി, ഇത് എ. നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഒരു പോയിന്റ് നമുക്ക് ഇട്ട് കൊടുക്കാം, സി എന്നല്ല ഇ എന്നിട്ട് കൊടുക്കാം. ഈ പോയിന്റാണ് നമുക്ക് കണ്ടുപിടിക്കാനാണ് ഡി എ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എ ഡി എന്ന് പറയുമ്പോൾ എന്താണ്, പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് √ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്, പ്ലസ് 81. ആൻസർ എത്ര വരും, √225. ആൻസർ 15 കിലോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 15 ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ മെസ്സിയാർട്ടി ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്